നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ പ്ലാസ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. ഷാജി കോടങ്കണ്ടത്താണ് തടസ്സ ഹർജി നൽകിയത്. മഴക്കാലത്ത് തൃക്കൂർ പള്ളം നിവാസികൾക്ക് തീരാ ദുരിതം. പരാതിയുമായി നാട്ടുകാർ. കോടാലി GLP സ്കൂളിൽ റൂഫ് വീണ സംഭവത്തിൽ കോസ്റ്റ് ഫോർഡിനോട് റിപ്പോർട്ട് തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സമാന്തര പരിശോധന നടത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അനധികൃത വിദേശ മദ്യ വിൽപ്പന നടത്തിയ മധ്യവയസ്ക എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്താണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. കരാർ കമ്പനിയുടെ അപ്പീൽ മുന്നിൽ കണ്ടാണ് നീക്കം. ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകിയാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നാണ് ഹർജിയിലെ ആവശ്യം. അഭിഭാഷകൻ മുഹമ്മദ് സാദിഖ് മുഖാന്തരമാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് പാലിക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാതെ ടോൾ പിരിവ് നടത്തരുത് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. 3 ആഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് NHAI അറിയിച്ചിരിക്കുന്നത്. മഴക്കാലമായാൽ നല്ല ഒരു മഴ കൊണ്ട് തന്നെ വെള്ളക്കെട്ടിലാകുന്ന പ്രദേശമാണ് തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം നഗർ. വർഷങ്ങളായി പരാതി പറഞ്ഞ് മടുത്തിട്ടും ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ നിന്നും മോചനം ലഭിച്ചിട്ടില്ല. എല്ലാ മഴക്കാലത്തും തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം പ്രദേശം വെള്ളത്തിൽ മുങ്ങാറുണ്ട്. വഴിപാട് കണക്കെ ഉദ്യോഗസ്ഥരെത്തി താമസക്കാരെ സമീപത്തെ പാലക്കപ്പറമ്പ് സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. വെള്ളം ഇറങ്ങുന്നതുവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് ശരണം. ചിലപ്പോൾ 1-2 ദിവസം, അല്ലെങ്കിൽ ആഴ്ചകളോളം ഇവിടെ കഴിയണം. കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾ നീണ്ടുനിന്ന ശക്തമായ മഴയിൽ പ്രദേശം വെള്ളത്തിൽ മുങ്ങി. കുട്ടികളും വയോധികരും രോഗികളുമായവരെ പതിവ് പല്ലവി പോലെ പാലക്കപ്പറമ്പ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് മാനം തെളിഞ്ഞ് പ്രദേശത്തെ വെള്ളക്കെട്ടൊഴിഞ്ഞപ്പോൾ വീടുകളിലെത്തി ശുചീകരണം നടത്തി താമസയോഗ്യമാക്കുകയാണ് ഇവർ. മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് SC വിഭാഗങ്ങളിൽപ്പെട്ട 20ഓളം വീടുകളുണ്ട്. എല്ലാ വർഷവും മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറി ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടാണ് പ്രദേശത്തുള്ളവർക്ക്. വെള്ളം കയറും, പിന്നെ അപ്പുറത്ത് പുഴ, പിന്നെ ഇവിടെ മണ്ണും കുഴി, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരു നിർഭാഗമില്ല. എല്ലാവർക്കും ഇങ്ങനെ തന്നെ, ഇപ്പം ഞങ്ങൾക്ക് തന്നെ അല്ല, എല്ലാവർക്കും ഇത് തന്നെ. ഇവിടെ നിന്നുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇത് തന്നെയാണ് സ്ഥിതി. ഞങ്ങളെല്ലാ ഈ അവസ്ഥകൾ വരുമ്പോൾ ഞങ്ങൾ ഈ സ്കൂളിലാണ് പോയി കിടക്കാറ്. കുട്ടികളെയും എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ ചെന്ന് കിടക്കും. ഞങ്ങൾക്ക് എന്തായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഈ വെള്ളം ഒന്ന് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് ഇതായി കിട്ടിയാൽ മതി. വേറെ ഒന്നും ഞങ്ങൾക്ക് ഇതില്ല. അളഗപ്പനഗർ പഞ്ചായത്തിൽപ്പെട്ട കല്ലൂർ പാലം തോടിന്റെ ഒരു വശത്തെ ബണ്ട് ഭാഗികമായി തകർന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത്. കളക്ടറേറ്റിൽ പരാതി നൽകിയതിന്റെ ഭാഗമായി കല്ലൂർ പാടം തോടിന്റെ തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളഗപ്പനഗർ പഞ്ചായത്തിന് 75 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് അളഗപ്പനഗർ പഞ്ചായത്ത് പണികൾ ആരംഭിച്ചപ്പോൾ തോടിന്റെ ബണ്ട് തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് പകരം മറുവശമാണ് സംരക്ഷണ ഭിത്തി പണി തീർത്തത്. മാത്രമല്ല, പദ്ധതി പ്രദേശത്ത് നിന്ന് എടുത്ത മണ്ണ് തോട്ടിൽ തന്നെ കുന്നുകൂട്ടി നിക്ഷേപിച്ച നിലയിലാണ്. ഇത് തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ്. ഞങ്ങളിവിടെ ഒരു 19 വീടുണ്ട് ഈ പള്ളം കോളനിയിൽ. ആ കോളനിക്കാർക്ക് എല്ലാ കൊല്ലം 18 പേർ, 18 വലിയ ഇത് വന്നല്ല, അതീപ്പിന് ഇങ്ങോട്ട് എല്ലാ വർഷവും വെള്ളം കയറുക. ഞങ്ങൾക്ക് പുഴയൊന്നും തേട്ടും അവിടെ നിന്ന് ആ തോട്ടിൽ നിന്നും തേട്ടി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര വെള്ളത്തുണ്ട്. വീടുകൾക്ക് ഭീഷണി, ആൾക്കാർക്ക് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ക്യാമ്പിൽ പോകുന്നുണ്ട്. ഈ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീടുകൾ താമസിക്കണ്ടേ? എന്തുറപ്പും നമുക്കുള്ളത്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം ആ കനാൽ നമുക്ക് കെട്ടിത്തരണം. അപ്പൊ അവിടെ നിന്നുള്ള വെള്ളം നേരെ പോകുമ്പോ ഇങ്ങോട്ട് വരില്ല. ഇത് ഈ കുഴിഭാഗമായി കാരണം എല്ലാ വെള്ളം ഇവിടെ വന്ന് തൂങ്ങുന്നത്.
അപ്പൊ അതുകൊണ്ട് അതൊന്ന് കെട്ടി നമ്മളുടെ വെള്ളത്തിൽ നിന്ന് ഒരു സുരക്ഷത ഞങ്ങൾക്ക് തേടിത്തരിക. ഇത് സംബന്ധിച്ച് മഴ എത്തുന്നതിന് മുൻപേ പലതവണ NCTV വാർത്ത നൽകുകയും അധികൃതരുടെ മുൻപിൽ പള്ളം നിവാസികളുടെ പ്രശ്നങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സാധാരണക്കാരുടെ പ്രശ്നം നിരന്തരം അവഗണിക്കുന്ന അളഗപ്പ നഗർ തൃക്കൂർ പഞ്ചായത്തുകൾ ഇതും ഗൗരവത്തിലെടുത്തില്ല. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മണലിപ്പുഴയിലേക്കുള്ള ഭാഗത്ത് ചണ്ടിയും കുളവാഴയും പൊന്തക്കാടുകളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടത് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഒരു വീട് കണ്ടില്ലേ, ഈ വീടിന് 5 അടിക്ക് വെള്ളം കയറി. ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം 10 അടിക്ക് 2018 വെള്ളം കയറി. ഇതിനൊക്കെ ഒന്നും വീടുകൾ കണ്ടില്ലേ, ഒക്കെ മോശമായിട്ട് നിൽക്കാണ്. ഒരു സഹായം ആർക്കും ഇല്ല. ഞങ്ങൾക്കിത് കാര്യം ചെയ്യുന്നത് നാളെ പല തോട് വൃത്തിയാക്കുക, തോടിൻ്റെ ആ ഭാഗത്തെ പട്ടിൽ വീണത് വൃത്തിയാക്കുക. അപ്പം ഞങ്ങൾക്ക് കുറേ മാറ്റം കിട്ടും. എപ്പോഴും കുട്ടിയും മക്കളെയും വയസ്സായ ആൾക്കാരെയും കൊണ്ടുപോയി ഞങ്ങൾ ക്യാമ്പിലേക്ക് ഓടാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരില്ല. ഒരു വയ്യാത്ത ആൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് പോവില്ല, അല്ലാതെ ഏറ്റിക്കൊണ്ട് പോകണം. അങ്ങനത്തെ സ്ഥിതിയാണ്. അതിനൊരു മേൽഗതി ഉണ്ടാവണം. കാലങ്ങളായി അനുഭവിച്ചു വരുന്ന ഈ ദുരിതത്തിന് അറുതി വരുത്താൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നേതാക്കളോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ശ്രമിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മാനത്ത് കാർമേഘം ഇരുണ്ടുകൂടുമ്പോൾ തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം നഗർ നിവാസികളുടെ നെഞ്ചിൽ ആധി ഉയരും. മഴ കനത്ത് വെള്ളം കയറിയാൽ ഈ പ്രദേശം തീർത്തും ഒറ്റപ്പെടും. പിന്നെ കയ്യിൽ കിട്ടിയ ചട്ടിയും കലവും എടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുക മാത്രമാണ് ഏക പോംവഴി. വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം തേടുകയാണ് പള്ളം നഗർ നിവാസികൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കോടാലി GLP സ്കൂളിൽ റൂഫ് വീണ സംഭവത്തിൽ കോസ്റ്റ് ബോർഡിനോട് റിപ്പോർട്ട് തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സമാന്തര പരിശോധന നടത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 54 ലക്ഷം രൂപയ്ക്ക് കോസ്റ്റ് ഫോർഡാണ് ബിൽഡിംഗ് നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ അപാകത ഉണ്ടായോ എന്നറിയാൻ 2 വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള സമിതിയെ കോസ്റ്റ് ഫോർഡ് പരിശോധനയ്ക്ക് നിയോഗിച്ചു. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ആർക്കിടെക്റ്റും ഉൾപ്പെടെ സംഘമാണ് പരിശോധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുക. തകർന്നു വീണ റൂഫ് നിർമ്മിച്ചത് കോസ്റ്റ് ഫോർഡ് നേരിട്ടല്ല, കോടാലിയിലുള്ള പ്രാദേശിക പണിക്കാരന് സബ് കോൺട്രാക്ട് നൽകുകയായിരുന്നു. കോടാലി സ്വദേശിക്ക് നൽകിയത് ലേബർ കോൺട്രാക്ട് ആണ്. ജിപ്സം ബോർഡ് കോസ്റ്റ് ഫോർഡ് വാങ്ങി നൽകുകയാണ് ചെയ്തത്. കോടാലി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്ന സംഭവത്തിൽ അഴിമതി ആരോപിച്ചും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OG ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, ഷാഫി കല്ലുപറമ്പിൽ, CH സാദത്ത്, ലിൻഡു പള്ളിപ്പറമ്പൻ, പ്രവീൺ M കുമാർ, AB പ്രിൻസ്, നൈജോ ആൻഡോ, ലിനു മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. നമ്പർ 1 അല്ല എന്ന് മാത്രമല്ല, നമ്പർ 0 സർക്കാരായി അധപതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രതിഷേധ സമരം ഇവിടെ നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമുള്ളത്. ഒരു സ്കൂളിൽ, LP സ്കൂളിൽ, പാവപ്പെട്ട ഏറ്റവും പിഞ്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു LP സ്കൂളിൽ, ആ LP സ്കൂളിന്റെ ഈ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നു വീണു എന്ന് പറയുമ്പോൾ അത് സീലിംഗ് മാത്രമല്ല എന്ന് വളരെ ഇതുപോലെ തന്നെ തകർന്നു വീണത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ചെമ്പുച്ചിറ ഹൈസ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണത്. അതിന് അല്പനാളുകൾക്ക് മുൻപാണ് നമ്മുടെ പഞ്ചായത്തിനെയും വരന്തരപ്പള്ളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി പാലവും അതിന് റോഡും തകർന്നു പോയത്. ഇങ്ങനെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് കോടാലി GLP സ്കൂളിൽ സീലിംഗ് തകർന്ന സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ആൽത്തറ ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. BJP മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ, വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, PG ജയൻ, ശ്രീധരൻ കളരിക്കൽ, സുധീർ വെട്ടിയാട്ടിൽ എന്നിവർ സംസാരിച്ചു. അനധികൃത വിദേശ മദ്യ വിൽപ്പന നടത്തിയ മധ്യവയസ്ക എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പുത്തൂർ പൊന്നൂക്കര കൂനൻമൂല സ്വദേശി കള്ളാടത്തിൽ വേണുവിന്റെ ഭാര്യ
ദമയന്തിയാണ് പിടിയിലായത്. തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഉമ്മറും സംഘവും നടത്തിയ പരിശോധനയിലാണ് മദ്യവിൽപ്പന പിടികൂടിയത്. സംഭവത്തിൽ വീടിനോട് ചേർന്ന ചായ്പിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും കണ്ടെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജു, KC ലത്തീഫ്, റെനിൽ രാജൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീജ, സിവിൽ എക്സൈസ് ഓഫീസറായ PR അനൂപ് ദാസ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുന്നൂക്കര കൂനൻമൂല പ്രദേശത്ത് സമാന രീതിയിൽ സ്ത്രീകൾ അടക്കമുള്ളവർ മദ്യവിൽപ്പന നടത്തുന്നതായുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെയും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൻ്റെയും ഭാഗമായി വിത്തൂട്ട് ഒരുക്കി പാലപ്പള്ളി റേഞ്ചിലെ വരന്തരപ്പള്ളി സെക്ഷൻ കോട്ടാമ്പി ബ്ലോക്ക് സ്റ്റാഫുകൾ വിത്തുകൾ മുളയ്ക്കട്ടെ വനം വളരട്ടെ എന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷയായിരുന്നു. MP ഉണ്ണികൃഷ്ണൻ, ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ M വെങ്കടേശ്വരൻ, പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KT ഹരിപ്രസാദ്, വെലുപ്പാടം സെന്റ് ജോസഫ് സ്കൂൾ NSS കോർഡിനേറ്റർ റോജ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വെലുപ്പാടം സെന്റ് ജോസഫ് സ്കൂളിലെ NSS വോളണ്ടിയർമാരും ജീവനക്കാരും വാച്ചർമാരും ചേർന്ന് വഞ്ചിപ്പാറ വനഭാഗത്ത് വിത്തൂട്ട് നടത്തി. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റിനും ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന തുടങ്ങിയ തിരുക്കർമ്മങ്ങൾക്കും കാർമ്മികത്വം നൽകി. റൊസേരിയൻ ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് നടത്തിമക്കൽ സഹകാർമ്മികനായിരുന്നു. കൈക്കാരന്മാരായ ഷാജൻ കുരിയടത്ത്, ജോഷി ഐനിക്കൽ കണ്ണാത്ത്, രാജേഷ് ചേലപ്പുറത്ത്, ജനറൽ കൺവീനർ വർഗീസ് പാലാട്ടി എന്നിവർ നേതൃത്വം നൽകി. മാഞ്ഞൂർ BBLP സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മാനേജർ VR ഷാജി അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്ക് ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബ്ബ് നൽകുന്ന 5000 രൂപ ധനസഹായം വിദ്യാർത്ഥികൾക്ക് കൈമാറി. വായനാ ദിനത്തിലും എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തോട് അനുബന്ധിച്ചും നടത്തിയ മത്സരങ്ങളിലും സമ്മാനാർഹരായ രക്ഷിതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ആയുർവേദ ഓൾ ഇന്ത്യ PG എൻട്രൻസ് പരീക്ഷയിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയ BBLP സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ അഞ്ജു അച്യുതൻകുട്ടിയെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാനാധ്യാപിക P ഷീല, അധ്യാപകരായ PV അഞ്ജു, ജിൽസി ആന്റണി, അമൃത കൃഷ്ണകുമാർ, രഞ്ജിത ഗിരീഷ്, KS ലൈലമോൾ, വികസന സമിതി കൺവീനർ ബിജു അമ്പഴക്കാടൻ, MPTA പ്രസിഡന്റ് ശ്രുതി രാകേഷ് എന്നിവർ സംസാരിച്ചു. ഹിരോഷിമ ദുരന്തത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ ഭാഗമായി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ അനുസ്മരണം സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, NSS വോളണ്ടിയർ ശ്രേയ സുരേഷ് നിർമ്മിച്ച സമാധാനത്തിൻ്റെ പ്രതീകമായ സഡാക്കോ കൊക്കുകളെ പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ എന്നിവർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. NSS വോളണ്ടിയർ ഏഞ്ചൽ റോസ് യുദ്ധവിരുദ്ധ ഗാനം ആലപിച്ചു. തുടർന്ന് സഡാക്കോ കുക്ക് നിർമ്മാണ ശില്പശാലയിൽ VV രാജശ്രീ, ജിസ്മരിയ ജോസ്, ഷൈനി ജോസ് എന്നിവർ നേതൃത്വം നൽകി. അനുസ്മരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സഡാക്കോ കുക്ക് നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്കൽ, ഡീൻ ഓഫ് അക്കാദമിക് ഡോക്ടർ MB ഷീബ, NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, NSS വോളണ്ടിയർമാരായ പൂർണിമ ശങ്കർ, ഗോപിക മുരളീധരൻ, മുഹമ്മദ് നിഹാൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ കാൾഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലോത്സവം സർഗോദയം സംഘടിപ്പിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സിസ്റ്റർ OU ജിൻസി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KB ഷാജൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KP ബിനു, PTA എക്സിക്യൂട്ടീവ് അംഗം ഷീന കാർത്തികേയൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് ജീൻ മൂക്കൻ എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഞായറാഴ്ച രാവിലെ 5:30 മുതൽ ആരംഭിക്കും. രാവിലെ 7:15 മുതൽ അഴകത്തുമന ഹരീഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജ, രാവിലെ 8:30 മുതൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയുടെ ഭക്തി പ്രഭാഷണം എന്നിവ ഉണ്ടായിരിക്കും. രാവിലെ 10 നടക്കുന്ന വിദ്യാഭ്യാസ അവാർഡ് ദാന സമ്മേളനം സിവിൽ സർവീസ് റാങ്ക് ജേതാവ് ഗംഗാ ഗോപി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും.
രാപ്പാൾ സുഹൃതം പാലിയേറ്റീവ് കെയറിന്റെയും മാടായിക്കോണം അനാര്യക ആയുർവേദ ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ 9-ന് രാപ്പാൾ KLP സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447 351078 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ആമ്പല്ലൂർ പാം ബ്രീസ് ക്ലബ്ബും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും ആസ്റ്റർ ലാബും സംയുക്തമായി ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടത്തുന്നു. പാം ബ്രീസ് ക്ലബ്ബിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് തകർത്ത് പുത്തൻ ഉയരത്തിൽ. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 9400 രൂപയും പവന് 160 രൂപ ഉയർന്ന് 75,200 രൂപയുമായി. ബുധനാഴ്ചയും ഇക്കഴിഞ്ഞ ജൂലൈ 27-നും കുറിച്ച ഗ്രാമിന് 9,380 രൂപയും പവന് 75,040 രൂപയും എന്ന റെക്കോർഡ് തകർന്നു. കഴിഞ്ഞ 5 പ്രവൃത്തി ദിനങ്ങളിൽ മാത്രം ഗ്രാമിന് 250 രൂപയും പവന് 2000 രൂപയുമാണ് കൂടിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുപ്പതി കെമിസ്ട്രിയിൽ PhD നേടി ഡോക്ടർ ഡോണ മരിയ വിൻസെന്റ്. പുതുക്കാട് മരോട്ടിക്കൽ വിൻസെന്റിൻ്റെയും ജിജിയുടെയും മകളും കുമളി ഡോക്ടർ പ്രവീൺ മാത്യു കൈതപ്പറമ്പിലിൻ്റെ ഭാര്യയുമാണ്. ഇനി കാണാം ഇൻഫോ ടോക്ക്. കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഏറ്റവും മികച്ച പഴങ്ങളിൽ 1-ാം സ്ഥാനം പപ്പായയ്ക്കാണ്. പപ്പായയെക്കുറിച്ചാവാം ഇന്നത്തെ ഇൻഫോ ടോക്ക്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന പപ്പായ മറ്റു പഴങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാരുകൾ, ദഹന എൻസൈമുകൾ, വിറ്റാമിനുകൾ എന്നിവയുൾപ്പെടെയുള്ള പോഷക ഗുണങ്ങളിൽ കുടലിന്റെ ആരോഗ്യത്തെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കും. പപ്പായയിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇവ രണ്ടും ദഹന പിന്തുണ നൽകുന്നതാണ്. ലയിക്കുന്ന നാരുകൾ ഗുണം ചെയ്യുന്ന കുടൽ ബാക്ടീരിയകളെ പോഷിപ്പിക്കാൻ സഹായിക്കുകയും ദഹനനാളത്തിന് ആശ്വാസം നൽകുന്ന വിധത്തിൽ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ലയിക്കാത്ത നാരുകൾ മലത്തിൽ ബൾക്ക് ചേർക്കുകയും കാര്യങ്ങൾ സുഗമമായി നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദഹനം മന്ദഗതിയിലാകുന്നതോ ഇടയ്ക്കിടെ മലബന്ധം അനുഭവപ്പെടുന്നതോ ആയവർക്ക് ഈ പ്രഭാവം പ്രത്യേകിച്ചും സഹായകരമാണ്. പപ്പായയിൽ സ്വാഭാവികമായും ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിക്കുന്ന ഒരു എൻസൈമായ പപ്പെയിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം മെച്ചപ്പെടുത്തും. വയറുവീർക്കൽ, ദഹനക്കേട് ഇവ അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് ഒരു ഗെയിം ചേഞ്ചർ ആണ്. പപ്പായയിലെ സൂക്ഷ്മ പോഷകങ്ങൾ പോലും കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കും. പപ്പായയിൽ വിറ്റാമിൻ C, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ്. അതിൽ ബീറ്റാ കരോട്ടിൻ, ഫ്ലേവനോയിഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് കുടൽ പാളിയിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യകരമായ കോശജ്വലന പ്രതികരണത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു. ഇതിൽ മഗ്നീഷ്യം, ഫോളേറ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. കുടൽ അസന്തുലിതാവസ്ഥയും ആഗിരണം പ്രശ്നങ്ങളും ഉള്ളവരിൽ പലപ്പോഴും കുറയുന്ന 2 പോഷകങ്ങൾ ഇവയാണ്. തൃക്കൂർ സ്വദേശിയായ വയോധികനെ പുതുക്കാട് നിന്നും കാണാതായി. കണ്ണമ്പുഴ വീട്ടിൽ KV തോമസിനെയാണ് ജൂലൈ 31 മുതൽ കാണാതായത്. കാണാതാകുമ്പോൾ ബ്രൗൺ ലൈനുള്ള ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു വേഷം. സ്നേഹപുരം പൊന്തോക്കൻ ഷാജുവിൻ്റെ ഭാര്യാപിതാവാണ്. വിവരം ലഭിക്കുന്നവർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലോ 9539543831 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,360 രൂപ, പവന് 74,880 രൂപ. കിഴക്കേ കൊടാലി ചാട്ടൂപ്പറമ്പിൽ രാജീവൻ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊടാലി കൊരേച്ചാൽ കരുമാലി സോമൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അയ്യപ്പനാണ് പിതാവ്. അമ്മ സരസ്വതി, സഹോദരങ്ങൾ മുരളി, സരിത. വരന്തരപ്പള്ളി വിവേകാനന്ദ നഗർ കേന്ദ്രീയ വിദ്യാലയം മുൻ പ്രിൻസിപ്പൽ അറക്കൽ ഗോവിന്ദൻകുട്ടി മേനോൻ അന്തരിച്ചു.
83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാരൂ വീട്ടിൽ ഇന്ദിരയാണ് ഭാര്യ. പ്രതിഭ മേനോൻ, ഡോക്ടർ പ്രീതി മേനോൻ എന്നിവർ മക്കളും. ആനന്ദ രാമചന്ദ്രൻ, വിനോദ് പി മേനോൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വലിയകര ടോൾ പ്ലാസ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. ഷാജി കോടങ്കണ്ടത്താണ് തടസ്സ ഹർജി നൽകിയത്. മഴക്കാലത്ത് തൃക്കൂർ പള്ളം നിവാസികൾക്ക് തീരാ ദുരിതം. പരാതിയുമായി നാട്ടുകാർ. കോടാലി GLP സ്കൂളിൽ റൂഫ് വീണ സംഭവത്തിൽ കോസ്റ്റ് ഫോർഡിനോട് റിപ്പോർട്ട് തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സമാന്തര പരിശോധന നടത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അനധികൃത വിദേശ മദ്യ വിൽപ്പന നടത്തിയ മധ്യവയസ്ക എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.